ഇവിടെ പാവങ്ങളെ കണ്ടുള്ളൂ. ഇവിടെ അപ്പ ചോദിക്കാം ദ്രാവിഡ പാർട്ടി ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെയുള്ള ദ്രാവിഡ പാർട്ടികൾ ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല. ഇവിടെ ഇതുവരെ വീട്ടിലൊന്നും വന്നിട്ടുണ്ടാവില്ല. അവിടെ വന്നിട്ട് പറയും എന്റെ ഉമ്മ സുഖല്ലേ, എന്താ എന്റെ കാര്യം പോണില്ലേ, എന്തോ ഒരു മുഖത്തിനൊക്കെ ഒരു തെളിച്ച കമ്മി. ചോദിക്കാം. ഇത്രയും ദിവസം സ്വന്തം ഉമ്മാനോടും ചോദിക്കാത്ത ചോദ്യങ്ങൾ. വോട്ടിന് വേണ്ടി വീട്ടിൽ കയറി വരുമ്പോ കാലിന് നീരുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ പോയില്ലേ, പോണോ, എന്തോ ഒരു പാപ്പാനോടും ഉമ്മാനോടും ഇങ്ങനെ ചോദിക്കൂല. അജാതി ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. തിരിച്ചറിയണം സഹോദരൻ, കാപ്പട്ട നാടകമാണിത്, തിരിച്ചറിയണം. എന്ത് ജനാധിപത്യത്തെ 1500 വെല്ലുവിളി എന്തിനാ? നീതി വേണ്ടേ? ഏത് മതക്കാരനായാലും നീതി അനീതിക്കെതിരാവണ്ടേ, നീതി നിയുക്തമാകണ്ടേ, അപ്പോഴല്ലേ മനുഷ്യത്വമാവുള്ളൂ. ഇന്ത്യ വാപ്പടിയൊക്കെയായിരുന്നു, ഇന്ത്യ മീഡിയൊക്കെയാണ്, അവിടെ ഞാനടിയൊക്കെയാണ്, ഇന്ത്യ മക്കളടിയൊക്കെയാണ്. അവിടെ ന്യായമില്ലേ, നീതിയില്ലേ? തിരിച്ചറിയണം. എന്തൊരു കഥ! നമ്മുടെ നാടിന്റെ അവസ്ഥകൾ പറയാൻ പറ്റാത്തവർ വന്നിട്ടും ചെയ്യാ എന്ന് പറഞ്ഞവർ, ചെയ്യാതെ പോകുമ്പോ വീണ്ടും വന്ന് ചെയ്യാ എന്ന് പറയുന്നവർ, അവരോടാണോ നിങ്ങൾ പറയുന്നത്? തിരിച്ചറിയണം സഹോദരങ്ങളെ. ഇവിടെയാണ് രാഷ്ട്രീയത്തെ നാം തമിഴർ പാർട്ടിയെ കുറിച്ച് പ്രസക്തി മനസ്സിലാക്കേണ്ടത്. സീമാനെ കുറിച്ച് ഞാൻ അവിടെ പറയേണ്ടതില്ല. ഞങ്ങളുടെ നേതാവ് യൂട്യൂബ് ചാനലുകളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പഠിക്കണം ഈ പാർട്ടിയെ കുറിച്ചുകൊണ്ട്. ഇവിടെ കൂടുതലൂരിൽ നടത്തിയ സമരങ്ങൾ എത്ര കേസുകളാണ് ഞങ്ങൾക്ക് അറിയും. നെക്സ്ലൈറ്റിന് പോലും ഇത്ര കേസ് ഉണ്ടാവില്ല. 5 കേസ് നാം തമിഴർ പാർട്ടിക്ക്. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കാണാൻ കഴിയോ? കാരണം പോരാട്ടത്തിൽ ഉണ്ടാവില്ല. ചുരുങ്ങിയത് ഇവിടെ ഒരു പുലിക്കേസ് വന്നു. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഒരു പുലിക്കേസ്, അണികളൊക്കെ ഉള്ളിൽ പോയി. നേരക്കന്മാരെ കാണാൻ ഒരാൾ നിലമ്പൂര്, ഒരാൾ ബത്തേരി, ഒക്കെ കുടുങ്ങി ജയിലിൽ കേസായി ഇറങ്ങാനായിരുന്നു എല്ലാ ദ്രാവിഡ പാർട്ടികളും. എന്നെ കേസ് പോയിട്ട് പാവങ്ങൾ കയറി ഇറങ്ങാം. കോർട്ടിൽ വിധി വന്നാൽ ഇവർക്കെന്തിന് ചെയ്യാനല്ലോ? ദ്രാവിഡ പാർട്ടികൾക്കൊന്നുമില്ല. ഇവിടെ നിയമപാലകരുണ്ട്. ഈ നീതി നടപ്പാക്കണമെങ്കിൽ കോടതിയാണ്. കോടതിയിൽ നീതി ലഭിച്ചിട്ടില്ല. ഇപ്പൊ പാവങ്ങൾ കഴിഞ്ഞ റമദാന് പോലും ഇങ്ങനെ പോകുന്നത് കണ്ടു. ഒരു കേസ് നമ്മുടെ നാട്ടിലെ നേതാക്കന്മാരെ സ്ഥിതിയാണ്. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അത് പറയേണ്ട, ആ സാധനം കൂടി കാണാൻ കിട്ടൂല, സാരമില്ല. ഒരു കാലത്ത് 50 വർഷക്കാലം നിങ്ങൾക്കറിയാം, 50 വർഷക്കാലം ഇന്ത്യ രാജ്യം ഭരിച്ച് കട്ടുമുടിച്ച വർഗീയ കലാപത്തിന്റെ നേതൃത്വം കൊടുത്ത അന്നാണ് ഗുജറാത്തിന്റെ കലാപത്തിലെ ഒരു MP, കോൺഗ്രസിന്റെ MP-യെ പോലും സംരക്ഷിക്കാൻ കഴിയാത്തവരാണോ നിങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് മറ്റ് സമുദായത്തെ സംരക്ഷിക്കാൻ കഴിയുക? ഒരു വെറുകെട്ട സാരികൾ പദവ് മാത്രമായിട്ട് ഇങ്ങനെ നടക്കാനായി കുലുക്കി ഇങ്ങനെ നിങ്ങൾക്ക് അറിയുള്ളൂ. നാട് നന്നാക്കാനും നാട്ടുകാരും തമ്മിൽ അടിപ്പിക്കാനും അല്ലാതെ ഈ കോൺഗ്രസുകാരും ഇവരുടെ കൂടെ കൂട്ടണി കൂടിയിരിക്കുന്നു. ഇന്ത്യയുടെ കൂടെ മാർക്സിസ്റ്റ് പാർട്ടിയെ അറിയാം. ഇന്ത്യ രാജ്യത്ത് തന്നെ വ്യവസായികൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന പാർട്ടി സാധാരണ ചെറിയ പ്രശ്നങ്ങളിൽ, അടിയന്തര പ്രശ്നങ്ങളിൽ, ഇവരെയുള്ള ന്യായവാദി പാക പ്രശ്നങ്ങളിൽ ഇടപെട്ടൊരു മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഉണ്ടായിരുന്നു. 1 കോടിക്ക് വേണ്ടി, 1 സീറ്റിന് വേണ്ടി വെച്ചു. ഇവരെയാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? തിരിച്ചറിയണം സഹോദരങ്ങളെ. ഇവിടെയാണോ മുസ്ലിം സമുദായം ശ്രദ്ധിക്കേണ്ടത്? പളനി ബാബയെ കുറിച്ച് പഠിക്കണം. ആരായിരുന്നു പളനി ബാബ? സത്യവും അസത്യവും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നീതിയുക്തമായിരിക്കണം. എന്ന് പറഞ്ഞതുപോലെ ഒരു മുസ്ലിം ആയിരിക്കണം, ഒരു ക്രിസ്ത്യാനിയും അങ്ങനെ തന്നെയാണ്, ഒരു ഹിന്ദു അങ്ങനെ തന്നെയാണ്. നീതിയുക്തമായിരിക്കണം ഈ സമുദായം. നമുക്ക് എന്ത് നുണ പറയാം? നീതിന് വേണ്ടി നുണ പറഞ്ഞാൽ നമുക്ക് സ്വർഗം കിട്ടുന്ന, അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടിക്ക്, അല്ലെങ്കിൽ നാം തമിഴർ പാർട്ടിക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും നുണ പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ നിലപാടുണ്ടായിരിക്കണം. അവന് പാർട്ടി നോക്കിയല്ല, അവിടെ നന്മയാണ് പ്രവർത്തിക്കേണ്ടത്. ആ പാർട്ടി നന്മ പ്രവർത്തിക്കുന്നതിൽ തിരിച്ചറിഞ്ഞു വരണമെന്നാണ്. അതാണ് നമ്മ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. ആ മുസ്ലിങ്ങൾ കുറച്ചാൾ ചായക്കടിയിലാണ് ഇരിക്കും. ഇവിടെ നിന്നിട്ട് അങ്ങനത്തെ ഒരു ഗുരുഗുരു, ഇപ്പോഴത്തെ DMK-കാരൻ ഒരു ഗുരുഗുരു, ഇലക്ഷനായ 4 മണിയായി അവിടെ ഒരാൾ, ഇവിടെ ഒരു കോൺഗ്രസ്സുകാരൻ, അവരുടെ DMK-കാരൻ, ഇവിടെ ഒരു മാർക്സിസ്റ്റുകാരൻ, എന്നിട്ട് നാട്ടിൽ പസാദൊള്ളിക്ക് ഇങ്ങനെ പറഞ്ഞ് അത് വോട്ടിനെ വൽക്കരിക്കാൻ ഒരു വിഭാഗം. ഈ നാട്ടിന്റെ ഗതികളെ ഇങ്ങനെ നടക്കുക. തിരിച്ചറിയണം സഹോദരങ്ങളെ. വേദന കൊണ്ട് പറയുകയാണ്, രാഷ്ട്രീയം പറയുകയല്ല, നാം തമ്മിൽ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ വെച്ച് പറയുകയല്ല. ന്യായമാണ് ഞാൻ പറയുന്ന അവകാശം. നിങ്ങൾക്ക് പക്വതയും ബുദ്ധിയും ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം.
ഞങ്ങൾ വന്നിരിക്കുന്നു. കഴിഞ്ഞ 15 വർഷത്തെ കാലത്തെ ഈ ഗൂഡല്ലൂർ, പന്തല്ലൂർ, ഗൂഡല്ലൂർ താലൂക്കിലെ പ്രതിസന്ധികളിൽ ഇടപെട്ടിട്ടുണ്ടോ ഈ പാർട്ടി ഒന്ന് നിങ്ങൾ ചിന്തിക്കണം. അതല്ലെങ്കിൽ തമിഴ്നാടിന്റെ മണ്ണിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോ ഈ പാർട്ടിയെ കുറിച്ച് അറിയും. പിന്നെ ആളെ കൂട്ടി 500 കൊടുത്ത് 1000 കൊടുത്ത് ഒരു വണ്ടി ഒരു 1000 പടക്കങ്ങൾ നിരത്തി പൊട്ടിക്കുന്ന പ്രസ്ഥാനമല്ല ഈ പ്രസ്ഥാനം. പടക്കവും പൊട്ടിക്കൂല, ഷാളും പണിയൂല. ഇതിന് യുക്തമായ ഭരണം കാഴ്ചവെക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടി. കാരണം പളനി ബാബയുടെ അനുയായികളും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് നിയുക്തമായ ഭരണമാണ് ആഗ്രഹിക്കുന്നത്. നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് ജാതി പറയാതെ, മതം പറയാതെ, ഒരു മതങ്ങളെയും ആക്ഷേപിക്കാതെ എല്ലാ മതങ്ങളെയും കൂട്ടിക്കുഴച്ചുകൊണ്ട് ഒരുപോലെ ജ്യേഷ്ഠനെ പോലെ കഴിയുന്നവർക്ക് ഈ പാർട്ടിക്ക് അനുവാദമുള്ളൂ. അത് ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും എല്ലാവർക്കും നീതി നടപ്പിലാക്കുന്ന ഒരു പാർട്ടി തിരിച്ചറിയണമെങ്കിൽ സഹോദരങ്ങളെ ദീർഘിപ്പിക്കുന്നില്ല. ഇനിയും ഞങ്ങൾ 2-3 സ്ഥലം പോകേണ്ടതുണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രോഗ്രാം ഗൂഡല്ലൂരിൽ കഴിഞ്ഞു. സാക്ഷി തുറമുഖനടക്കം അമീൻ വായടക്കമുള്ളവർ വന്ന് സംസാരിച്ചു പോയി. അവിടെയും 1 മണിക്കൂർ സംസാരിക്കാനുണ്ടായിരുന്നു. പിന്നെ നിരന്തരമായി സംസാരിച്ചു കൊണ്ട് വരികയാണ്. ഇനി ഇവിടെ നിന്ന് കുന്തലയും പാങ്കളയും പയ്യമ്പുലിയും സംസാരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ 1000 2000 നിങ്ങൾ തന്നാ വാങ്ങിച്ചോളൂ. ചായക്ക് പൈസയും നിങ്ങൾ വാങ്ങിച്ചോളൂ. നമ്മുടെ നികുതി കൊള്ളയടിച്ചവരാണ് നിങ്ങൾ തിരിച്ചറിയണം. ആ കൊള്ളയടിച്ച പണമാണ് നമുക്ക് തരുന്നത്. തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ 2026 ഇലക്ഷൻ പോളിംഗ് ബൂത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മായാത്ത മറയാത്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ചിഹ്നം വ്യവസായി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഈ വ്യവസായി ചിഹ്നം ആദ്യത്തെ പോലെ നിങ്ങൾക്ക് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ ഫസ്റ്റ് ചിഹ്നം വ്യവസായി ചിഹ്നമാണോ തിരിച്ചറിയണം സഹോദരങ്ങളെ. തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ, നിങ്ങളുടെ അവകാശം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നാം നിർത്തുന്നു. നാം തമിഴർ, നാമേ തമിഴർ.